ഹലോ ഗൈസ്, നമ്മളിത് പോകാൻ പോണ വയനാടിലേക്കാണ്. വയനാട്. അപ്പൊ നമ്മളെല്ലാരും കൂടി രണ്ടാളുണ്ട്. അപ്പൊ നമ്മള് പോവാണ്. അങ്ങനെ നമ്മളെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 5 പേര് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വയനാടേക്ക് വിടുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ ചുരത്തിൻ്റെ വക്കത്ത് നമ്മൾ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇത് ചായ കുടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വിശന്നിട്ടുള്ള നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇതാണ്. നല്ല വെള്ളച്ചാട്ടെല്ലാം കണ്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മളിത് ആ തട്ടുകടയിൽ കയറിയിട്ട് നല്ല പൊറോട്ടയും കടലൊക്കെ കറിയാൻ വാങ്ങിച്ചേ. അപ്പം രാവിലെ തന്നെ ഒന്നാമത് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിന്. 6 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 8 മണിയാകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. നല്ല ഫുഡ് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു ചെറിയ തട്ടുകടയാണ്. അപ്പോൾ നമുക്കത് നല്ല പൊറോട്ടയും കടലൊക്കെ കറിയെല്ലാം കഴിച്ച് നമ്മൾ വിശപ്പം കടങ്ങി. പിന്നെ നമ്മൾ വയനാട് എത്തിയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ച്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഹോട്ടൽ വരുന്നത് നമ്മളെ ചുരത്തിൻ്റെ ഇടയ്ക്ക്, താമരശ്ശേരി ചുരമല്ല, ഇത് കൂത്തുപറമ്പെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ചുരം. എനിക്കതിൻ്റെ പേരറിയത്തില്ല. അങ്ങനെ ഹോട്ടൽ കാന്താരി എന്ന് പറയുന്ന അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾ വയനാടെല്ലാം പോകുന്നുണ്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയിക്കോ കേട്ടോ. അടിപൊളി ഫുഡാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ എടക്കൽ കേവിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ട് കണ്ട്. അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ എന്നാ സ്ഥലം എന്നല്ല ഇപ്പം വേറെ ഒരാൾ പറയും കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അലമ്പ ഫാമിലി. നമ്മളിപ്പോൾ വയനാട് വൈത്തിരിയിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് റോക്കാ ഇത്? ഫാൻറ്റം റോക്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ പാലക്കാട് കാർത്തിക് ഉണ്ട്, ഞാനുണ്ട്, അഖിലുണ്ട്, അനസ് തോമസ് ഉണ്ട്, പിന്നെ മണ്ണുള്ളി ജെറോം. അപ്പോൾ ഈ ഫാൻറ്റം റോക്സിൽ അധികം അങ്ങനെ തിരക്കോ ആൾക്കാരൊന്നുമില്ല. നല്ല കാറ്റിന്. പിന്നെ നമ്മളിപ്പോൾ ഈ സമയം പോയതുകൊണ്ട് ചെറിയ മഴയെല്ലാം ഉണ്ടായിനി. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് കയറി പോകാനുണ്ട്. അതായത് മല പോലെയുള്ള പ്രദേശം. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഒരു ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പം വന്നിട്ടുള്ള. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ സീൻ. നമ്മൾ പുറകെ കാണാൻ സീൻ വ്യൂ ആണ്. ഇത് നമ്മൾ എടക്കൽ കേവ് പോകുന്ന തൊട്ട് സൈഡിലായിട്ടുള്ള വഴിയാണ്. എടക്കൽ കേവിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. അപ്പോൾ ഈ സ്ഥലം ഉണ്ട് കണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. സീന് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല തോന്നുന്നു. നല്ല അടിപൊളി കാറ്റാണ്. റെയിൻകോട്ടിന് ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്തില്ല, ചെറുങ്ങനെ മാറുന്നേ ഉള്ളൂ. അതാ കാണുന്ന സുനാപ്പയാണ് എന്ത്. ഹലോ ഗായ്സ്, എന്നാ ഫോൺ ഇത് വ്ളോഗ് വരുമോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അപ്പം ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എടക്കൽ കേവാണ്. നമ്മൾ എടക്കൽ കേവിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മൾ ഫാൻറ്റം റോക്സ് ഒക്കെ ഏരിയ. അപ്പോൾ എടക്കൽ കേവിൽ ഞാൻ മുന്നേ വന്നിട്ടെല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയധികം തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിത് ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ 5 ആൾ കൂടി വർത്താനം പറഞ്ഞ് വീഡിയോസും എടുത്ത് കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഗായ്സ്, നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ഗുഹയിലോട്ടാണ് പോകുന്നത്. ഇതാണ് അലമ്പ ഫാമിലിയുടെ സ്വന്തം അഖില്, വിളിക്കും. ഇത് സഫർ. പിന്നെ എന്താന്ന് വെച്ചാല് എന്നാ ഫോണാ നിന്റെ. ഗൈസ്, നമ്മളെ എടക്കൽ കേവിലോട്ട് കുറച്ചധികം നമ്മൾ നടന്നു പോകാനുണ്ട് അല്ലേ? ഈ ഒരു പ്രതിഭാസത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? വെരി 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 ബാഡ് അഭിപ്രായം. ഒരു സ്ഥിതിവിശേഷമാണ് ഇത്. കുറേ ആൾക്കാരുണ്ട് നമ്മളെ പോലെ കാണാമെന്ന്. കുറേ ആൾക്കാർക്ക് ഗൈസ്, ചക്ക തിന്നുന്ന കുരങ്ങൻ. ടിക്കറ്റ് കൗണ്ടറിലേക്ക് തന്നെ ഏകദേശം 500 മീറ്റർ നടക്കാനുണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി കുരങ്ങളുണ്ട്. മരത്തിൻ്റെ മുകളിൽ ചക്ക തിന്നുന്ന കുരങ്ങ്. കൂഴച്ചക്ക.
അത് അടിയിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചാ വരും അത് വരും. അതങ്ങനെ മാറി കൈകൊണ്ട് വന്നിട്ടുള്ളതാ. നമ്മളിവിടെ നാരായണ എന്നാണ് പറയുന്നത്. കുരങ്ങുണ്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തി. എൻട്രി ഫീസ് അഡൽട്ട് 50, ചിൽഡ്രൻ 30, ഫോട്ടോഷൂട്ട് 1000 അങ്ങനെയെല്ലാം കേട്ടോ. നമ്മളെല്ലാം എടക്കൽ കേവിലേക്ക് പോവുകയാണ്. ഇതാണ് അതികഠിനമായ പാതകൾ. 15 മിനിറ്റ് ഉള്ളു, അങ്ങോട്ടേക്ക് അരമണിക്കൂർ. അതെന്നാ കണക്കാ? കുറച്ച് കയറാനുണ്ട്. അത് അയാൾ പറയുന്നതായിട്ട് ചില നേരത്തെ ഇറങ്ങുന്ന ആള്. ഗൈസ് അതികഠിനമായ വഴികളിലൂടെയാണ് ഗൈസ് നമ്മൾ കയറുന്നത്. കുഞ്ഞി കുഞ്ഞി പാതയിലൂടെ മേലെ. എടാ കേറടാ നീ. എടാ കൈയൊന്നും വേണ്ട. പറഞ്ഞിട്ട് അതിനെ പിടിക്കേ. ഒരുത്തരം കയറ്റാൻ പെടുന്ന പാട്. രണ്ടുപേരും കൂടി വലിച്ചു കയറ്റുന്നു. തല നോക്കണ്ട സഫറേ. ഗൈസ് അമ്മാ വണ്ടി കേറിയില്ല ഗൈസ്. നമ്മളെ ക്രെയിൻ 2 ക്രെയിൻ, കാർത്തിക് ക്രെയിൻ ആൻഡ് അനുസ് ക്രെയിൻ. ഫ്ലൈറ്റ് ഉണ്ട് താഴേക്ക്. ആ അതെ അതെ അപ്പുറത്തെ സ്റ്റെപ്പ് ഇറങ്ങി പോക്ക്. പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ പിടിച്ച് കീറിയേക്കല്ലേ. വെളിച്ചെണ്ണ ഉണ്ടോ? സഫറോട് ഇതൊന്നും ചവിട്ടില്ലെന്ന് പറയണേ. പൊട്ടി കിടക്കും. വലിയില്ല, ആ കമ്പി പിടിക്കല് തെഞ്ഞി പോന്ന് പറഞ്ഞത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം, കിണ്ണ സ്ഥലം, ഒന്നും പറയാനില്ല. സൂപ്പർ. സഫറോട് അത് ചവിട്ടില്ലെന്ന് പറയണം കേട്ടോ. സഫർ വീച്ചോൽപ്പാകുന്നു. അങ്ങനെ മുകളിലേക്ക് എത്താൻ കുറച്ച് കഷ്ടപ്പെട്ട് സഫറെ സൂക്ഷിച്ചേ. ജോയ് പിടൂ, ജോയ് പിടൂ. അടക്കഴിഞ്ഞാ കഴിഞ്ഞ കേരള കേരള നമ്മള് നടന്നു പോയെന്ന്. മേലേക്ക് പോവാണ് ഗൈസ്. ഗൈസ് അടിപൊളി വ്യൂ പോയിന്റ് ഗൈസ്. പിടിക്കണോ? അവിടെ എത്തണം ഗൈസ്. കേറി ക്ഷീണിച്ചു. വ്ളോഗ് അത് പിടിച്ച് നടക്കണ. അയ്യാ ഗൈസ് ഇനി ഇവിടെ നമ്മൾ കയറി വന്ന് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകണം. പ്ലീസ് കീപ് സൈലൻസ്. അറ്റൻഷൻ പ്ലീസ്. സ്റ്റാൻഡേർഡീസ്. അപ്പോൾ ഗൈസ് നമ്മളിത് എടക്കൽ കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിന്ന്. അപ്പം ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ കൊത്തി വെച്ചതെല്ലാം എന്തെല്ലോ എഴുത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതിന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇവിടെ സൈലൻസ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പെയിൻറ്റ് കൊണ്ടോ കല്ലുകൊണ്ടോ ഒന്നും പാറയിൽ എഴുതി വെക്കാനൊന്നും പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടക്കൽ കേവ് നമ്മൾ
ഇറങ്ങി. ബാക്കിയുള്ളവരെല്ലാം മേലെയുണ്ട്. കുറേ ടൈം എടുത്തു ഇറങ്ങാൻ. ഇനി നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവാണ്. അപ്പം ഗൈസ്, എടയ്ക്ക കേവിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ അടുത്തടുത്ത് തന്നെ കുറേ ഷോപ്പുകൾ കാണാം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്കെല്ലാം വാങ്ങിക്കാം. അടിപൊളി സംഭവമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. താജ് റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചു. പിന്നെ ഒന്നാമത് എല്ലാവരും വയറ് ഫുള്ളായിപ്പോയി. കുറേ ക്വാണ്ടിറ്റിയിലുകൊണ്ട് എനക്കൊന്നും ഇതൊന്നും ഫുള്ള് കഴിച്ച് തീർക്കാൻ വേണ്ടി പറ്റിയില്ല. 2-3 ആൾക്കൊന്നും ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റൈസ്. അങ്ങനെ നമ്മൾ അതും കഴിച്ചു. ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നേരെ റിസോർട്ടിലോട്ടേക്ക്. ഒരു മണിക്കൂർ റിസോർട്ടിലേക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിനി നേരെ റിസോർട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെസ്പേര എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവരെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ നമ്മൾ വിളിച്ചതാണ് കേട്ടോ. റിസോർട്ട് അഫോർഡബിൾ ആണ്. നമ്മൾ പെർ ഹെഡ് 800 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് തന്നെയാണ്. അപ്പം നമുക്കൊരു നൈറ്റ് മാത്രം സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് തന്നെയാണ്, എക്സ്പെൻസ് ചുരുക്കിയിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നല്ല പാർക്കിംഗ് സൗകര്യമെല്ലാം ഉണ്ട്. വലിയ വണ്ടിയെല്ലാം പോവും, കുഴപ്പമൊന്നുമില്ല. അടിപൊളി റിസോർട്ടാണ്. പിന്നെ നമ്മൾ റിസോർട്ടിൽ മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൂളിനാണ്. ഒന്നാമത് പൂളിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് റിസോർട്ടിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നാമത് ചെറിയ മഴയും കാര്യങ്ങളെല്ലാം ഉണ്ടായിനെ. നമ്മളിതാ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്വിമ്മിങ് പൂളും കാര്യമില്ല, അടിപൊളി പൂളാണ്, പ്രൈവറ്റ് പൂള്. ഇത് നമ്മളെ റൂം ഇവിടെ ആയിരുന്നേ. സഫറിന് നീന്തി തുടിക്കാം. വേറുണ്ട് ഗൈസ്. സഫറിൻ്റെ അനന്തരം കീഴേ ഇറങ്ങ് തമ്പി, കീഴേ ഇറങ്ങ്. അപ്പൊ ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. സഫറാണ് ഒറ്റക്ക്. നമ്മളിതങ്ങനെ റിസോർട്ടിൽ എത്തിച്ചേർന്നു. എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് കണ്ടന്റായി, കറുതിക്കാരൊക്കെ കണ്ടന്റായി. അപ്പൊ നമ്മള് റിസോർട്ടില് എത്തി. അടിപൊളി സെറ്റപ്പ് റൂമാണ്. ഒന്നിനും കൊള്ളൂല എന്റെ സെലക്ഷൻ അതുകൊണ്ട് ഇവരിങ്ങനെ നല്ല അടിപൊളി റൂം എന്ന് പറഞ്ഞാല് വീട്ടിനെയും കട്ടി അടിപൊളി ഒന്നും പറയുന്നില്ല. അപ്പം എല്ലാരും ഇവിടെ വരുക. വരണ്ട എന്റെ പേര് ചെറു നെല്ല ഷോപ്പിന്റെ പേര് ഷോപ്പാ സോറി, റിസോർട്ടിന്റെ പേര് വെസ്പേര അല്ലേ? വെസ്പേര റിസോർട്ട്. എല്ലാവരും വരിക. അഫോർഡബിൾ റേറ്റിലല്ല, അഫോർഡബിൾ ഒന്നല്ല, അവർക്കൊരു പ്രൊമോഷൻ ആയി കൊടുക്കും പീരിപ്പേ. അപ്പൊ എല്ലാരും വരുക, എന്നിട്ട് എൻജോയ് ചെയ്യാം. വലിയ പൂളാണ്, വലിയ പൂൾ, വലിയ പൂളാണ്. അടിപൊളി, നിങ്ങൾക്ക് വൈവാക്കാൻ പറ്റിയ വലിയ ചുമ്മാ ഒന്നല്ല, നല്ല അടിപൊളി പൂളാണ്. അപ്പൊ നിങ്ങളെ വരുക, അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. നമ്മളെല്ലാരും വെള്ളത്തിലാണുള്ള പൂളിന്ന് എല്ലാരും നീന്തിത്തിരിക്കുന്നു. നമ്മളങ്ങനെ നീന്തുവാണ്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല, കാരണം നമ്മൾ നീന്തുന്നതാണ്. എല്ലാരും ഹരി ഹായാക്കേ. അപ്പൊ നമ്മളെ നീന്തട്ടെ, ബാക്കി അടുത്ത വീഡിയോയിൽ. കാർത്തിക് അവിടെ ഒരു മത്സ്യകന്യക. അപ്പോൾ ഗൈസ്, നമ്മൾ മണിക്കൂറുകളോളം വെള്ളത്തിൽ നീന്തി നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് വന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റിസോർട്ട് എടുത്തത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നല്ല മന്തിയാണ് കഴിച്ചിട്ടുണ്ടായത്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ആവറേജ് മന്തിയായി. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വാർത്തയിൽ വരും കേട്ടോ. ബായ്.